നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. പനിക്കാലമാണ്. പലതരം പനികൾ പടർന്നു പിടിക്കുന്നു. പകർച്ചപ്പനികളെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ജയശ്രീ എം.കെ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ, എന്താണ് പകർച്ചപ്പനികൾ? എങ്ങനെയാണ് മറ്റു പനികളിൽ നിന്ന് ഇത് വ്യത്യാസപ്പെടുന്നത്? പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചപ്പനി എന്ന് പറയുന്നത്. പനി ഉണ്ടായിരിക്കും. അത് പടർത്തുന്നത് വൈറസുകളും ബാക്ടീരിയയും ഒക്കെയാണ് പൊതുവെ പരത്തുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിൽ നമുക്കതിനെ വിഭജിക്കാം. ഒന്ന്, ശ്വാസകോശങ്ങൾ വഴി പകരുന്ന, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പകരാവുന്നതാണല്ലോ നമ്മൾ ശ്വാസം വിടുന്നതെന്നുള്ള, അതിൽ വൈറസുകൾ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്ക് അത് പെട്ടെന്ന് പകരും. വേറൊന്നുള്ളത് നമ്മുടെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന ചില രോഗങ്ങളാണ്. അതിനെല്ലാം പനി ഉണ്ടാകുന്നതാണ്. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കൊതുക് പോലെയുള്ള ഇൻസെക്റ്റുകൾ പരത്തുന്ന വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയും, അങ്ങനത്തെ രോഗങ്ങളും ഉണ്ടാകാം. ഇപ്പം ഇതിനൊക്കെ പൊതുവായിട്ട് നമ്മൾ കാണുന്ന ഒരു ലക്ഷണമാണ് പനി എന്ന് പറയുന്നത്. പനി പകർച്ചവ്യാധികൾക്ക് മാത്രമല്ല, പല അസുഖങ്ങൾക്കും പനി വരാം. പക്ഷെ ഇത് പകർച്ചവ്യാധികൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് പനി. പക്ഷെ പനി ഇപ്പോൾ വളരെ സാധാരണമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മളത് സീരിയസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം എന്നുള്ളതാണ് സാധാരണ ആളുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എത്രത്തോളം നമുക്ക് പനിയുണ്ട് എന്നുള്ളത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. അതേപോലെ എത്ര ഇത് നിലനിൽക്കുന്നു, 2 ദിവസം കഴിഞ്ഞിട്ടും മാറുന്നില്ല. ഇപ്പം വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള ജലദോഷ പനിയൊക്കെ ആണെങ്കിൽ വൈറസുകൾ ഉണ്ടാകുന്നതാകാം. അത് 1-2 ദിവസം കൊണ്ട് മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളധികം ഭയപ്പെടേണ്ടതില്ല. പക്ഷെ നീണ്ടു നിൽക്കുന്ന പനിയാണ്, അതുപോലെ തന്നെ വളരെ സിവിയറായിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള പനിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് അതിൻ്റെ കൂടെയുള്ള ലക്ഷണങ്ങൾ കൂടി നമ്മൾ നോക്കണം. പനിയുടെ കൂടെ വേറെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മൂക്കടപ്പ്, അതുപോലെ തൊണ്ടവേദന, ചുമ, പിന്നെ അത് കുറച്ചുകൂടെ സീരിയസ് ആണെങ്കിൽ ശ്വാസം മുട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ അത് നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പനിയാണെന്ന് പറയാം. പലതരത്തിലുള്ള പനികൾ അതിൽ വരും. അത് വളരെ സാധാരണമായിട്ട് വരുന്നതാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന, ഫ്ലൂ എന്ന് പറയുന്ന പനി വരാം. പിന്നെ സൈനസൈറ്റിസ്, പിന്നെ അത് കൂടുതൽ സീരിയസ് ആയി കഴിഞ്ഞാൽ അത് ന്യൂമോണിയ ആയിട്ട് മാറും. ഇതൊക്കെയാണ് നമ്മൾ അതിൽ തന്നെ H1N1, നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് സീരിയസ് ആകാവുന്ന തരം ഇൻഫ്ലുവൻസയാണ് H1N1. അതല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പന്നിപ്പനി എന്ന് പറയും. അതാണ് നമുക്ക് കുറച്ചൊരു സീരിയസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അങ്ങനെയല്ലാത്ത വളരെ നിസ്സാരമായിട്ടുള്ള പെട്ടെന്ന് വന്നു പോകുന്ന ഇൻഫ്ലുവൻസ ഉണ്ടായിരിക്കും. ഇനി അതല്ല, നമ്മുടെ എന്താണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ, അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന, അതായത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും, പ്രധാനമായിട്ട് വെള്ളത്തിലൂടെ പകരുന്നതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ, പനിയുടെ കൂടെ നമുക്ക് ഛർദി അല്ലെങ്കിൽ വയറുവേദന അതുപോലെയുള്ള കാര്യങ്ങളാണ്, വയറിളക്കമൊക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും പനി ആയിട്ട് നമുക്കതിനെ കാണാം. അത് സാധാരണ നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ഈ 2 തരം ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം അത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നതായിരിക്കും. പിന്നെ പലതരത്തിലുള്ള വയറിളക്ക രോഗങ്ങളുണ്ടല്ലോ, ചിലതിനൊക്കെ പനി അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ അതിൻ്റെ കൂടെയുള്ള ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും സാധാരണ വരുന്നത് ഡെങ്കിപ്പനിയാണ്. കുറച്ച് നാളായിട്ട് ഡെങ്കിപ്പനി വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ എലിപ്പനിയുണ്ട്. അപ്പം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ലക്ഷണങ്ങൾ ശരീരവേദന, ഭയങ്കരമായിട്ടുള്ള സന്ധിവേദന, ശരീരവേദന, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് അതിൻ്റെ കൂടെ കാണുന്നത്. ചിലപ്പോൾ കണ്ണിന് ചുവപ്പ് നിറം ഉണ്ടാകും. പിന്നെ തിണർപ്പ്, ശരീരത്തിലൊക്കെ തന്നെ ചുവന്ന നിറത്തിലുള്ള ചെറിയ പാടുകൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങളാണ് ഇങ്ങനത്തെ അസുഖങ്ങൾക്ക്
കാണുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ മഴക്കാലത്ത് വരുന്ന ഈ അസുഖങ്ങളെയൊക്കെ എങ്ങനെ തടയാം എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എത്രത്തോളം സീരിയസ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് പ്രധാനമാണ്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിൻ്റെ കൂടെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. അങ്ങനെ ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലോ ആശുപത്രിയിലോ പോകേണ്ടതുണ്ട്. പല ടെസ്റ്റുകളും ചെയ്ത് നോക്കേണ്ടതുണ്ട്. എന്നാൽ പൊതുവായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ചില മാർഗങ്ങളൊന്ന് അധികം തണുപ്പ് അടിക്കുകയും മഴയത്ത് പോവുകയൊക്കെ ചെയ്യാതിരിക്കാം. അത് ഈർപ്പം കൂടുതലായിരിക്കും. മഴക്കാലത്ത് ഈർപ്പം കൂടുതലാവുന്നത് കൊണ്ടും ഹ്യൂമിഡിറ്റിയിൽ വരുന്ന വ്യത്യാസം, ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസമൊക്കെ കൊണ്ട് പല അണുക്കളും വളരാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് മഴക്കാലത്ത് കൂടുതൽ അസുഖം വരുന്നത്. അതുപോലെ ഇപ്പോൾ മഴ വരുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരിടത്ത് കൂട്ടം കൂടി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പ്രത്യേകിച്ച് ശ്വാസം വഴി പകരുന്ന രോഗങ്ങൾ അങ്ങനെ പകരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ ഭക്ഷണവും വെള്ളവും വഴി പകരുന്നതാണെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് പലപ്പോഴും പൈപ്പുകളൊക്കെ പൊട്ടിയിട്ട് അഴുക്ക് വെള്ളം പോകുന്ന പൈപ്പുകളും നമ്മൾ കുടിവെള്ളം കൂടെ പോകുന്ന പൈപ്പുകളും തമ്മിൽ ചേരാനും കൂടുതൽ സാധ്യതയുണ്ട്. മഴ കൊണ്ടാണ് അങ്ങനത്തെ ഇതുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വെള്ളം എപ്പോഴും നല്ല തിളപ്പിച്ച ആറ്റിയ വെള്ളം മാത്രം നമ്മൾ കുടിക്കുക. ഭക്ഷണമാണെങ്കിൽ അതുപോലെ കഴിയുന്നതും ചൂടുള്ള ഭക്ഷണം, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള, ഒരുപാട് സമയം വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചൂടുള്ള ഭക്ഷണം തന്നെ കഴിക്കുക എന്നുള്ളതാണ് അത് തടയുന്നതിന്. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴാണല്ലോ കൊതുക് പോലെയുള്ള കൊതുക് വഴി പരത്തുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ വീടിനകത്ത് തന്നെ, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ, ഇപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഫ്ലവർ വാസിനകത്ത്, മുറ്റത്ത് കിടക്കുന്ന ചിരട്ട, പ്ലാസ്റ്റിക്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളാണെങ്കിൽ പോലും അതിനകത്ത് കൊതുക് മുട്ടയിട്ട് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡോക്ടർ, ഞാനൊന്ന് അതുപോലെയാണ് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കൊടപ്പരക്കുന്ന് നിന്നും സരിതയാണ്. സരിത ഡോക്ടറോട് സംസാരിക്കാം. മാഡം, എനിക്ക് എനിക്ക് ജൂലൈ 13 ഡെങ്കു IgG. ഹലോ. ഓക്കെ. കേൾക്കുന്നു പറഞ്ഞോളൂ. ഡെങ്കു IgG ഡിറ്റക്റ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു. ഡോക്സി, ആന്റിബയോട്ടിക്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്, പേരുൾപ്പെട. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഒരാഴ്ചയായിട്ട് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ, ഹോമിയോ ഡോക്ടറെയാണ് പിന്നീട് കാണിച്ചപ്പോൾ ചിക്കുൻ ഗുനിയ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് പോസിറ്റീവ് ആണ്, 93 ആണ് വാല്യൂ. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചിക്കൻ ഗുനിയ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല? പിന്നെ ഡെങ്കിയുടെ ട്രീറ്റ്മെന്റിൽ എനിക്ക് കുറവുണ്ട്, ഒരാഴ്ച പനി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം മെയിനായിട്ട് ജോയിന്റ് പെയിൻ ആണ്. എനിക്കും അമ്മയ്ക്കും വന്നിട്ടുണ്ടായിരുന്നു. ജോയിന്റ് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല, കാലുവേദനയും. അപ്പൊ അതിന് എനിക്ക് എത്ര നാൾ എടുക്കും ഇത് മാറാൻ? എനിക്ക് 49 വയസ്സാണ്. ഇതിൽ ഇപ്പം ടെസ്റ്റുകൾ എവിടെയൊക്കെയാണ് ചെയ്തത് എന്ന് പറഞ്ഞില്ല. ഹോമിയോയിൽ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഉണ്ടാവില്ല. അപ്പോൾ മറ്റു സ്ഥലത്ത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ IgG എന്ന് പറയുമ്പോൾ നേരത്തെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ IgG പോസിറ്റീവായിട്ട്. ഹലോ, എന്തോ? ഡോക്ടർ സംസാരിക്കാം. അപ്പോൾ IgM എലൈസ പോസിറ്റീവ് ആണെങ്കിലാണ് നമ്മൾ ഇതേതാണ് കൃത്യമായിട്ട് ഏത് അസുഖമാണെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. പിന്നെ ഇതേതാണെങ്കിലും വൈറസ് കൊണ്ടുള്ള രോഗമാണ്. ഇത് രണ്ടും വൈറസ് കൊണ്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല. ആൻറ്റിബയോട്ടിക് കൊണ്ടൊന്നും പ്രയോജനമില്ല, വൈറസ് ആണല്ലോ. അപ്പോൾ അത് പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തടയുകയും
അതിന് ചെയ്യേണ്ടത് റെസ്റ്റ് എടുക്കുക, നല്ല വെള്ളം കുടിക്കുക, ഭക്ഷണം നല്ലപോലെ കഴിക്കുക, അതുപോലെ രക്തത്തിൽ എന്തെങ്കിലും വ്യത്യാസം, ഡെങ്കിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നുള്ള ഒരു പ്രശ്നമാണ് വരുന്നത്. അപ്പോൾ അത് നോക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ രക്തത്തിലെ ഒരു തരം അണുക്കളാണ് പ്ലേറ്റ്ലെറ്റ്. അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ ഇതിനായിട്ടുള്ള പ്രത്യേക മരുന്നുകളില്ല. അത് തനിയെ തന്നെ സുഖമായിക്കൊള്ളും. കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ, കോംപ്ലിക്കേഷൻസ് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അതിനാവശ്യമായിട്ടുള്ള മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ ചിക്കൻ ഗുനിയ ആണെങ്കിൽ അതിന് ഈ സന്ധിവേദന വളരെ, രണ്ടിനുമുണ്ട് എങ്കിൽ പോലും ചിക്കൻ ഗുനിയ കൂടുതലായിട്ടും സന്ധി വേദന ഒരുപാട് ഉണ്ടാക്കുന്നതാണ്. അത് കുറച്ച് സമയമെടുത്ത് മാത്രമേ അത് പൂർണ്ണമായിട്ട് ആ വേദന മാറുകയുള്ളൂ. മിക്ക ആളുകൾക്കും അത് ഒരുപാട് കാലം അതിൻ്റെ വേദന നീണ്ടു നിൽക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള വേദന സംഹാരികൾ എന്ന് പറയുമ്പോഴും എല്ലാത്തരം വേദന സംഹാരികളും അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ പാരസെറ്റമോളാണ് ഉപയോഗിക്കുന്നത്. മറ്റു തരത്തിലുള്ള നമ്മൾ മറ്റ് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരം NSAID എന്ന് പറയും, അങ്ങനത്തെ മരുന്നുകൾ, അങ്ങനത്തെ വേദന സംഹാരികൾ ഇതിന് ഉപയോഗിക്കില്ല. അതുകൊണ്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വേദനയ്ക്കുള്ള മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് നാൾ എടുത്തുകൊണ്ട് കുറേശ്ശെ നമ്മൾ അത് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ അത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, കുറേ ദിവസം ആയല്ലോ ഇത് വന്നിട്ട്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, വെള്ളം നല്ലപോലെ കുടിക്കുക, വിശ്രമിക്കുക, വേദനയ്ക്കുള്ള മരുന്നുകൾ കഴിക്കുക, അങ്ങനെയുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ വരാതിരിക്കാനായിട്ട് കൊതുകുകൾ, പ്രത്യേകിച്ച് ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന കൊതുകാണ് ഈ രോഗങ്ങൾ പരത്തുന്നത്, ഇതിൻ്റെ വൈറസുകളെ പരത്തുന്നത്. അപ്പോൾ ഇത്തരം കൊതുകുകൾ മിക്കവാറും നമ്മുടെ വീടിന് ചുറ്റും, അല്ല വീടിനകത്തോ വീടിൻ്റെ മുറ്റത്തോ ഒക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനിയും ഇത് വരാതിരിക്കാനായിട്ടുള്ള പ്രതിവിധികൾ, അതായത് കൊതുകുകൾ നമ്മളെ കടിക്കാതിരിക്കാൻ നോക്കുക, കടിക്കാതിരിക്കാനായിട്ടുള്ള ഓയിൻമെൻ്റൊക്കെ പുരട്ടാം, അതുപോലെ വസ്ത്രം കൊണ്ട് മൂടുക. പിന്നെ മറ്റുള്ളവർക്ക് വരാതിരിക്കാനായിട്ട് ഇത് വന്നിട്ടുള്ള ആളുകൾ നെറ്റിട്ട് തന്നെ കിടക്കണം, മറ്റുള്ള ആളുകളിലേക്ക് പകരാതിരിക്കാനായിട്ട്. പിന്നെ കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത് വരാതിരിക്കാനുള്ള പ്രതിവിധി. അതെല്ലാവരും ശ്രദ്ധിക്കണം. വന്നവർ ഇനി അത് കൂടുതൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതെ നോക്കുകയും വിശ്രമിക്കുകയും അത് സുഖപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഡോക്ടർ, ഒരു പനി വന്നാൽ അത് വൈറൽ പനിയാണോ ബാക്ടീരിയൽ പനിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അത് അത്ര എളുപ്പമല്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണയുള്ള വൈറൽ പനികൾ നമുക്കറിയാലോ, ഇപ്പോൾ ഈ ഡെങ്കിപ്പനി പോലെയുള്ളത്, അല്ലെ ഇൻഫ്ലുവൻസ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിനും, അതുപോലെ H1N1 ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബാക്ടീരിയ, ഇപ്പോൾ എലിപ്പനിയാണെങ്കിൽ ബാക്ടീരിയ കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ടെസ്റ്റുകളുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ഒന്ന് ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാം. പിന്നെ അത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ടെസ്റ്റുകളും കൂടി ചെയ്തു നോക്കും. അങ്ങനെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിന് ഉചിതമായിട്ടുള്ള, ഇപ്പോൾ ബാക്ടീരിയൽ കൊണ്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കും. അല്ലാതെ വെറുതെ ഒരു പനി വന്ന ഉടനെ എന്താണെന്നറിയാതെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോൾ ഒരുപാട് കൊടുക്കാറില്ല. എന്നുവെച്ചാൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ അതൊരു പകർച്ചവ്യാധി പോലെ തന്നെ പടർന്നു പിടിക്കുന്നതാണ്. നമ്മൾ ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്ടീരിയ അതിനുള്ള പ്രതിരോധം ഉണ്ടാക്കുകയും പിന്നീട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ഉപയോഗമില്ലാതെയും വരും. അങ്ങനെ ഒരുപാട് നമ്മുടെ പല ആൻറ്റിബയോട്ടിക്കുകളും നമുക്കിപ്പോൾ ഉപയോഗമില്ലാതായി തീർന്നിട്ടുണ്ട്. അത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, മൃഗങ്ങൾക്കും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നു, പക്ഷികൾക്ക് ഇത് കൊടുക്കുന്ന കോഴിത്തീറ്റയിലൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എല്ലാത്തിനും ഈ കാടടച്ച് വെടിവെക്കുന്നത് പോലെ നമ്മൾ എല്ലാത്തിനും ആൻറ്റിബയോട്ടിക് ഇപ്പോൾ കൊടുക്കില്ല. അതിന് കൃത്യമായി നമ്മുടെ സ്റ്റേറ്റിന് പോളിസി ഉണ്ട്. പോളിസി അനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത്. ഓരോ അസുഖത്തിനും ഓരോ തരത്തിലുള്ള പ്രോട്ടോക്കോളുകളും ഉണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ ഏകദേശം ഇത് ഇന്ന രോഗമായിരിക്കും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. അങ്ങനെ സംശയമുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ടാണ് നമ്മളത് ഏത് അസുഖമാണ്, വൈറസ് കൊണ്ടുള്ളതാണോ ബാക്ടീരിയ കൊണ്ടുള്ളതാണോ എന്ന് തീരുമാനിക്കുന്നത്.
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ വിട്ടുപോയൊരു കാര്യം ഇപ്പോൾ ഈ സാനിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. കൈ കഴുകുക, ഹാൻഡ് ഹൈജീൻ. നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, SMS എന്ന് പറയായിരുന്നു. അതെന്താണ് പിന്നെ ഒന്ന് സാനിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക വെച്ചാൽ അതിനകത്ത് ഹാൻഡ് ഹൈജീൻ, കൈ കഴുകുന്ന കാര്യം വരും. അതുപോലെ മാസ്ക് ഇടുക. ഇപ്പോൾ ശ്വാസം വഴി പകരുന്ന അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ചെറിയ തുള്ളികൾ കൊണ്ടുള്ള വരുന്നതാണെങ്കിലൊക്കെ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളത്. പിന്നെ അതുപോലെ ഡിസ്റ്റൻസിങ്, സേഫ് ഡിസ്റ്റൻസിങ് എന്നുള്ളതാണ് വേറൊരു പറഞ്ഞത്. അപ്പം ഇതിപ്പോഴും ബാധകമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് അത്ര വലിയൊരു ഇതായിട്ടില്ലെങ്കിൽ പോലും അതുപോലെ പകരുന്ന പല രോഗങ്ങളുമാണ് നമുക്കുള്ളത്. ഇത് നമ്മളെപ്പോഴും പാലിക്കുക. അപ്പോൾ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ, ചുമയൊക്കെ ഉണ്ടെങ്കിലും ഈ പനി, മൂക്കൊലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും മറ്റാളുകൾ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ അതൊരു ശ്രദ്ധിക്കാതെയാണ്, മാസ്ക് ഒന്നും ഇടാതെ തന്നെ മറ്റുള്ളവരിലേക്ക് പകരുന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കങ്ങനെ മൂക്കൊലിപ്പോ ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മാസ്ക് ഇടണം. എല്ലാവരും ഇട്ടില്ലെങ്കിൽ പോലും ഈ അസുഖമുള്ളവരെങ്കിലും ഇടണം. അതുപോലെ ചുമയ്ക്കുകയാണെങ്കിൽ നമ്മളത് എങ്ങനെ ചുമയ്ക്കണം എന്നുള്ളത്, കൈയുടെ മുട്ടിൻ്റെ അടുത്തോട്ട് നമ്മൾ കൈ മടക്കിയിട്ട് കൈമുട്ടിൻ്റെ ഇടയിലോട്ട് വേണം നമ്മൾ ചുമയ്ക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുക വെച്ചാൽ നമ്മുടെ കൈവെള്ളയിൽ വീണ്ടും ഈ അണുക്കൾ ഉണ്ടാവുകയും അത് പിന്നെ നമ്മൾ പിടിക്കുന്ന സ്ഥലത്തൊക്കെ അണുക്കൾ ഉണ്ടാകും. വേറെ ആൾക്കാർ അവിടെ പിടിച്ചിട്ട് വീണ്ടും മൂക്കിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാനിറ്ററി മെഷേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുക. ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്ന കൈ കഴുകുക എന്നുള്ളത് ഈ ഇത്തരം രോഗങ്ങൾ തടയുന്നതിനും അതുപോലെ നമ്മുടെ ഉള്ളിൽ വായിലൂടെ പകരുന്ന രോഗങ്ങൾ, ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള, വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ, അത് തടയുന്നതിനും ഹാൻഡ് ഹൈജീൻ വളരെ പ്രധാനമാണ്. വെച്ചാൽ കൈ കഴുകുന്ന, നമ്മൾ എപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ കൈ കഴുകുകയും അതുപോലെ ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈ കഴുകുകയും എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പിടിച്ചിട്ടാണെങ്കിൽ പോലും ഇതുപോലെ ഡ്രോപ്ലെറ്റ് വഴി പകരുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും അത് നമ്മൾ മൂക്കിലും വായിലും ഒക്കെ തൊടുന്ന സമയത്ത് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ കേരളത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രായമായവരുടെ കാര്യം. അത് നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഇപ്പോൾ റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയായിരുന്നു. ഒന്ന്, ഇവിടെ പ്രായമായ ആളുകൾ വളരെ കൂടുതലാണ്. പിന്നെ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾക്കും പല രോഗങ്ങളും ഉണ്ട്. പകർച്ചവ്യാധികളല്ല, പകരാവ്യാധികളായിട്ടുള്ള രക്താതിമർദ്ദം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, പ്രമേഹം, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളും ഒരുപാട് ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗമുള്ളവർക്ക് വീണ്ടും ഈ പകർച്ചവ്യാധികൾ വരുന്ന സമയത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാനും പലപ്പോഴും മരണങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ വരുമ്പോഴാണ്. പ്രായമായവർക്ക് കോമോബിഡിറ്റി നമ്മൾ പറയും, ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടെ ഉള്ളവർക്കാണ്. അതുപോലെയാണ് ചെറിയ കുട്ടികൾക്കും വലിയവരുടെ അത്രയും രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ട് ചെറിയ കുട്ടികൾക്കും കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ പ്രായമായവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ H1N1 രോഗം ഗർഭിണികൾക്ക് വരുമ്പോഴത് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗർഭിണികളായിട്ടുള്ളവർ, മറ്റു രോഗങ്ങളുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞ ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായമായവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറുപ്പക്കാർ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് അവർക്ക് അസുഖം കൊണ്ടു കൊടുക്കാതിരിക്കാനായിട്ട് നോക്കണം. ഇതുപോലെ മാസ്ക് ഇടുകയും ഒക്കെ വേണം. അതുപോലെ അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴാണെങ്കിലും പ്രായമുള്ളവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കൂടുതൽ ഡീഹൈഡ്രേഷൻ, അത് ശരീരത്തിൽ നിന്ന് വെള്ളം പോകുന്നത് കുറയാൻ കൂടുതൽ സാധ്യതയുണ്ട്. പെട്ടെന്നതുപോലെ ബോധക്ഷയം ഉണ്ടാകാനോ തളർന്നു വീഴാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പം അവരെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. വെള്ളം കൂടുതലായിട്ട് കുടിക്കണം, കൂടുതൽ റെസ്റ്റ് എടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രായമായവർ ചെയ്യണം. പിന്നെ ഈ ഇൻഫ്ലുവൻസ തന്നെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ് വഴി ഇല്ലെങ്കിൽ പോലും വാക്സിനുകളുണ്ട് അതിന്. പല ഇൻഫ്ലുവൻസ തടയാനുള്ള വാക്സിനുകൾ, അത് 65 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ എല്ലാ വർഷം തോറും ആ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ പ്രൈവറ്റായിട്ട് വാങ്ങിച്ചിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റുന്ന പ്രായമായിട്ടുള്ളവർ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾക്ക് പൊതുവേ ഈ മഴക്കാലത്ത് വരുന്ന പനിയേക്കാൾ കൂടുതൽ അതിൻ്റെ
കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന മരണങ്ങൾ തടയുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ, ഫംഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂപ്പൽ കൊണ്ടുള്ള അസുഖങ്ങളും ഈ കൂടുതലും നനവൊക്കെ ഉള്ളപ്പോൾ അല്ലെ മഴക്കാലത്തുണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം വെള്ളത്തിലിറങ്ങി നടന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഈർപ്പം ഉണക്കി കാലൊക്കെ തുടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ വളങ്കടിയെന്ന് നമ്മൾ പണ്ട് പറയുന്ന അതുപോലത്തെയുള്ള രോഗങ്ങൾ കൂടുതൽ വരാനായിട്ട് ഈ കാലത്ത് സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും അനുരാജാണ്. അനുരാജ് ഡോക്ടറോട് സംസാരിക്കാം. ഹലോ, നമസ്തേ. പറഞ്ഞോളൂ. ഹലോ നമസ്തേ. പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഇവന്റെ വീടിന് തൊട്ടപ്പുറത്തെ കുഞ്ഞ് കൊണ്ട തന്നതാണ് പനി. ദേഹത്ത് മൊത്തം വേദനയാ. കേൾക്കാവോ? ദേഹത്ത് മൊത്തം വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദന. ജോയിൻസിനാണ് വേദന മൊത്തം. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെങ്ങന്നൂർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരവിടുന്ന് ആകെ തന്നെ പാരസിറ്റാമോളിന്റെ ഗുളികയും പിന്നെ ഗ്യാസിന്റെ ഗുളികയും ബിപിയുടെ ഗുളികയും തന്നു. ഒരു ഇഞ്ചക്ഷൻ പോലും എടുത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണം, അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ട്രിപ്പെങ്കിലും ഇവിടെ എനിക്ക് തീരെ വയ്യ. അത് കാരണം വെളുപ്പം കാലത്ത് 4 മണിക്ക് അമ്പലത്തിൽ പോകുന്ന ജോലിക്ക്. അമ്പലത്തിലെ ജോലിയെല്ലാം കഴിഞ്ഞേച്ചാണ് 10-10:30 ആകുമ്പോൾ രാവിലത്തെ ആഹാരം വല്ലതും ഒന്ന് കഴിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു അമ്പലത്തിലെ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒന്നും നമുക്ക് കഴിക്കാനോ എടുക്കാനോ പറ്റില്ല. അത് അവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ചിത്താവസ്ഥങ്ങളാണ്, ജനങ്ങളുടെ വിശ്വാസമാണ്. നമുക്കത് കൃത്യമായി ചെയ്തേ പറ്റൂ. അവിടെ നമുക്ക് നമ്മുടെ ആഹാരവും അല്ലെങ്കിൽ മറ്റുള്ളവ വെച്ച് കഴിക്കുന്നത് തെറ്റാണ്. ദേവന്റെ കാര്യം നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞേച്ച് വേണം വീട്ടിൽ വരാൻ. അപ്പൊ വിശ്രമിക്കാൻ പറ്റുന്നില്ല എന്നാണോ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അസുഖം വന്നിട്ട് അമ്പലത്തില് ഡ്യൂട്ടിയാണെന്നാണോ പറഞ്ഞത്? മനസ്സിലായില്ല. അമ്പലത്തില് ജോലിയാണോ? തീരെ എനിക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ലല്ലോ അമ്പലത്തിലെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ. അസുഖം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യേണ്ടി വരുമല്ലോ. അസുഖം വരുന്ന സമയത്ത് ആശുപത്രിയിൽ കാണിച്ചിട്ട് എന്താണോ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യണം. അപ്പം വിശ്രമം ആവശ്യമാണെങ്കിൽ നമ്മൾ വിശ്രമിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. വിശ്രമിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് പകരം വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിശ്രമിക്കുക തന്നെ വേണ്ടി വരും. വേദനയ്ക്കുള്ള മരുന്നുകളുണ്ട്. വേദനയ്ക്കുള്ള മരുന്നുകൾ ആശുപത്രിയിൽ നിന്ന് തന്നു കാണുമല്ലോ, ഇല്ലേ? പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. സമയത്തിന്റെ പരിമിതി മൂലം ഇടപെടുകയാണ്. പകർച്ചപ്പനികളെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസറും വകുപ്പ് മേധാവുമായ ഡോക്ടർ ജയശ്രീ AK ആയിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.